ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിന് സന്തോഷവും സംതൃപ്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ട്. പ്രത്യേകിച്ചും മിക്കവാറും ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിനെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ ഏത് കാര്യത്തിനകത്താണെങ്കിലും ആരോഗ്യമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് ഓരോ ദിവസവും വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആണ്. ദാമ്പത്യത്തിനകത്താണെങ്കിലും ഒരു പുതുമ കണ്ടെത്തി അവിടെ ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്നവർ ധാരാളമുണ്ട്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ലൈംഗികതയിൽ പുതുമ കൊണ്ടുവരേണ്ട ആവശ്യകതയെക്കുറിച്ചും അതിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ചുമാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഏത് കാര്യമാണെങ്കിലും ഒരു കാര്യം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. ഈ സാഹചര്യം എന്ന് പറയുന്നത് ഫിസിക്കലായിട്ട് മാത്രം പോരാ, മാനസികമായിട്ടും വേണം. നമുക്കെപ്പോഴും പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ സുഖകരമായിട്ടുള്ള കാര്യം മനസ്സ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. പങ്കാളികൾക്കിടയിലാണെങ്കിലും സ്നേഹത്തിനും അതുപോലെ തന്നെ ആകർഷണത്തിനും പുതുമയുടെ ഒരു ഊർജ്ജം ഉണ്ടാക്കാൻ സാധിക്കും. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഏത് കാര്യത്തിനകത്താണെങ്കിലും ഒരു പുതുമ വരുമ്പോഴാണ് ബോറടി മാറുന്നത്. വീട്ടിൽ തന്നെയാണെങ്കിലും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഓരോ ദിവസവും വ്യത്യസ്തമായ ഫുഡാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വ്യത്യസ്തത നമുക്കതിനോടുള്ള താല്പര്യം കൂട്ടുന്നു, കൂടുതൽ ആസ്വദിച്ച് കഴിക്കാൻ കാരണമാകുന്നു. തന്നെയല്ല, നമ്മുടെ ദഹനത്തെയും അത് ശക്തമാക്കുന്നുണ്ട്. അപ്പം ലൈംഗികതയിലും വ്യത്യസ്തമായ ഫാൻറ്റസികൾ വേണം, ചിന്തകൾ വേണം. എങ്കിൽ മാത്രമേ പുതുമയോടൊക്കെ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനിവിടെ പുതുമയെന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കാര്യത്തിനും ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരണം. തുടക്കത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഊർജം ക്രിയേറ്റ് ചെയ്യുന്നതിനകത്ത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിനകത്ത്, അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് വേഷത്തിനകത്ത് ഒക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം. തുടക്കത്തിൽ വ്യത്യസ്തമായ രീതിയിലുള്ള പല തരത്തിലുള്ള ചുംബനങ്ങൾ തന്നെയുണ്ട്. ഇവിടെ ചുണ്ടുകൾക്ക് മാത്രമല്ല, നാവിനും പല്ലിനും ഒക്കെ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ തമാശപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ചിലർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡയറക്റ്റ് രീതിയിലൊക്കെ ചില വാക്കുകൾ പറയാൻ പ്രത്യേക കഴിവാണ്. ഇത് നമ്മുടെ മനസ്സിന് ഒരു ഉന്മേഷവും സന്തോഷവും ഒക്കെ ആ സമയത്ത് ഉണ്ടാക്കി തരും. അതുപോലെ ശരീരത്തിൻ്റെ റിലാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട് സന്തോഷത്തിൻ്റെ ഹോർമോണുകൾക്ക് വളരെ വലിയൊരു പങ്കുണ്ട്. അതുപോലെ പുരുഷന്മാരെ സംബന്ധിച്ച് ഈ സമയത്തുള്ള അമിതമായിട്ടുള്ള ടെൻഷൻ, ഉത്കണ്ഠയൊക്കെ നെഗറ്റീവായിട്ട് വർക്ക് ചെയ്യും. ഏത് കാര്യത്തിൻ്റെയും വിജയത്തിൻ്റെ പിന്നിൽ അത് ആഗ്രഹിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് ചെയ്യാനുള്ള സാഹചര്യമുണ്ടോ അല്ലെങ്കിൽ ഊർജ്ജമുണ്ടോ, ഇതൊക്കെ രണ്ടാമതേ വരുന്നുള്ളൂ. അപ്പോൾ ഈ സാഹചര്യമൊക്കെ ഉണ്ടാകണമെങ്കിലും ആഗ്രഹം വേണം. നമ്മളിപ്പം വെറുതെ ഒരു കാര്യം അങ്ങ് ആഗ്രഹിക്കുമല്ല, അതിൻ്റെ പിന്നിൽ പല ഘടകങ്ങളും ഉണ്ട്. ചിലർക്കാണെങ്കിൽ ചില രീതിയോട്, ചില മെത്തേഡിനോട് അമിതമായിട്ടുള്ള ആഗ്രഹമുള്ളവരുണ്ട്. ഏതോ രീതിയിൽ അവർക്കത് വളരെ കംഫർട്ടബിളാണ്. അതുകൊണ്ട് തന്നെ അതിനോടുള്ള ആറ്റിറ്റ്യൂഡ് വളരെ പോസിറ്റീവായിരിക്കും. ചില പങ്കാളികളെ സംബന്ധിച്ച് ഈ സമയത്ത് ഒരു രസത്തിന് വേണ്ടി അവർ സ്ട്രേഞ്ചേഴ്സായിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു രീതിക്ക് നമ്മുടെ സങ്കല്പങ്ങളുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഒരു കാര്യം സാധാരണ പോലെ ചെയ്യുന്നതും കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യുന്നതുമായിട്ട് ഒരുപാട് മാറ്റമുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഏത് കാര്യവും നമുക്കൊരു ത്രില്ല് കണ്ടെത്തണമെങ്കിൽ അല്ലെങ്കിൽ മടുക്കാതിരിക്കണമെങ്കിൽ അതിനകത്തൊരു വ്യത്യസ്തത വേണം. ചില മാറ്റങ്ങൾ നമ്മൾ ബോധപൂർവം വരുത്തണം. ചില സ്ത്രീകൾക്ക് പങ്കാളിയോട് ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷേ ബന്ധപ്പെടാനുള്ളൊരു താല്പര്യം കുറവായിരിക്കും. അതുപോലെ മാനസികമായിട്ട് അടുപ്പം കുറവുള്ളവരുണ്ട്, പല രീതിയിലുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഇതിനകത്ത് ശരിയായ രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നില്ല. പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് സ്ത്രീ പങ്കാളിക്ക് ഇതിനകത്തൊരു തുടക്കം ഇട്ട് കൊടുക്കാം. ഈ സമയത്തുള്ള അവരുടെ വേഷത്തിന് മാറ്റം വരുത്താം, റെസ്പോൺസിന് മാറ്റം വരുത്താം, അതുപോലെ തന്നെ സംസാര രീതിക്ക് മാറ്റം വരുത്താം. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് നല്ല ഫ്ലെക്സിബിലിറ്റി ഉള്ളവരുണ്ടല്ലോ, അവർക്കിത് വളരെ ഇഷ്ടമാണ്. ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ശരീരത്തിൻ്റെ മാത്രമല്ല കേട്ടോ, മനസ്സിൻ്റെയും കൂടാണ്. യഥാർത്ഥത്തിൽ ആ ഒരു ക്വാളിറ്റിയാണ് പുരുഷൻ സ്ത്രീയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. എന്ന് വെച്ചാൽ റഫ് ആകേണ്ടടുത്ത് റഫ് ആകണം, ചില സമയത്ത് സോഫ്റ്റ് ആകണം, വിധേയത്വം കാണിക്കേണ്ടടുത്ത് വിധേയത്വം കാണിക്കുകയും വേണം. എന്ന് വെച്ചാൽ ഏത് ഭാവമാണോ പുരുഷന് വരുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഇഷ്ടം. അതുപോലെ ഈ സമയത്ത് കുറച്ച് ഡ്രാമാറ്റിക്കായിട്ട് പെരുമാറുന്നവരുണ്ട്, കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് പെരുമാറുന്നവരുണ്ട്. അപ്പോൾ ഇതിൽ കൂടി അവർ കാണിക്കുന്നത് ഈ ഒരു കാര്യത്തോടുള്ള താല്പര്യമാണ്. അതുപോലെ നിൽക്കുകയൊക്കെ ചെയ്യുന്ന ചില സമയത്തെ പോസ്റ്റർ ഉണ്ടല്ലോ, അത് ആകർഷകമാക്കാൻ പറ്റും. ചിലർക്കാണെങ്കിൽ അതിനകത്തൊരു പ്രത്യേക കഴിവുണ്ട്.
അപ്പോൾ ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയെങ്കിലേ ദീർഘനാൾ നിലനിൽക്കത്തുള്ളൂ. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുത്തോ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.